ചേട്ടാ എന്താണ് സംഭവിക്കുന്നത്? ഇത് വർഷങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ടുള്ള കുടിപ്പകയാണിത്. വാസ്തവത്തിൽ അതിർത്തി തർക്കമല്ല. ഇവിടെ പല ന്യൂസ് ചാനലിൽ അതിർത്തി തർക്കം എന്ന് പറയുന്നത് അതിർത്തി തർക്കത്തിൻ്റെ ഒരു വശമില്ല. കാര്യം ഇവിടെ നിന്ന് മൂന്നാമത്തെ വീടാണ് ക്രിസ്റ്റഫറിൻ്റെ വീട്. ഇത് വഴി കൂടി പോകുമ്പോൾ കമൻറ്റ് പറയലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിവൈരാഗ്യം ഉടലെടുത്ത് അത് അതിശക്തമായിട്ടുള്ള വൈരാഗ്യത്തിലേക്ക് പോകണേ. ക്രിസ്റ്റഫറിൻ്റെ വീട്ടിൽ ഇതിൻ്റെ ഇടയിൽ വേസ്റ്റ് മാലിന്യങ്ങൾ എറിഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ ഞങ്ങളൊക്കെ അത് ഇടപെട്ട കേസാണ്. ഞങ്ങളെ പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഇവർ വരുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം. ഏത് ഈ സംഭവം ഇവിടെ പള്ളിയിൽ ഞങ്ങളുടെ ചാത്തിയാത്ത ഇടവ പള്ളിയിൽ പെരുന്നാളാണല്ലോ. അവർ നിത്യവും പള്ളിയിൽ പോയിട്ട് 8 മണിയാകുമ്പോൾ വരുമെന്ന് ഇയാൾ മനസ്സിലാക്കി വെച്ച് കാണും. അപ്പോൾ ഇതാണുള്ള വീട്. ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് നിന്ന് തന്നെ എടുത്ത് കുപ്പിയിൽ മേടിച്ച് വെച്ച പെട്രോൾ എടുത്തിട്ട് ഒഴിച്ചിട്ട് തീ കൊളുത്തിയത്. അപ്പോൾ ഞാനാണ് ക്രിസ്റ്റഫറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു കൊടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ സമയത്ത് ക്രിസ്റ്റഫർ സംസാരിക്കേണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഇവന് ഈ ദുഷ്ടതരം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നെ നിൽക്കടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി നിർത്തി. അല്ലെ ഞാൻ ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി നിർത്താതെ പോയാനെ. അങ്ങനെ സംഭവിച്ചതാണ്. ഞാൻ എൻ്റെ വീട് അതിൻ്റെ തൊട്ട് പുറയിലാണ്. അപ്പോൾ ഇവിടെ ആ ചേച്ചി കരയണ കേട്ടിട്ടാണ് ഞാൻ ഓടി വന്നപ്പോൾ ഈ സ്കൂട്ടർ കത്തിക്കൊണ്ടിരിക്കണേ. ക്രിസ്റ്റഫർ ആ വീട്ടിൽ അഭയം തേടി ഭാര്യയും. അപ്പോൾ അവരെ തീ കത്തിക്കൊണ്ടിരുന്നേച്ചല്ല വസ്ത്രമൊക്കെ. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് ഇതാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നടത്തി കൊണ്ടുപോയി ഓട്ടോറിക്ഷ പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഒറ്റയ്ക്ക് വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് താമസിച്ച അവിവാഹിതനാണ്. അത് നമുക്ക് ഈ ഒരു അവസരത്തിൽ അങ്ങനെ പറയണത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത്തരത്തിലാണ് നാട്ടുകാർ പറയുന്നത്.